ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനൂസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും കുഴപ്പമില്ലാതെ സുഖമായിരിക്കുന്നു. ഭയങ്കര മഴയാട്ടെ, 2-3 ദിവസമായിട്ട് ഭയങ്കര. ഇവിടാണെങ്കിൽ കറണ്ടും ഇല്ല. എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീരാറായി. ഇനി കറണ്ട് ഉള്ളിടത്ത് കൊണ്ടുവന്ന് പവർ ബാങ്ക് ഒക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിച്ച് വെച്ചേക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ഭയങ്കര കൊതുകാട്ടോ. ഇത് ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാണ് ആറിൻ്റെ സ്ഥിതിയൊക്കെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറത്തില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 2018 നമ്മുടെ വീടിൻ്റെ അടുത്ത് കയറിയില്ല. വീട്ടിൽ കയറി, പക്ഷേ അന്ന് വലിയൊരു വെള്ളപ്പൊക്കം വന്നില്ലായിരുന്നു. ഉള്ള ഡാമെല്ലാം കൂടെ തുറന്നു വിട്ട്. പക്ഷേ കിണറിൻ്റെ അവിടെ വരെ വന്നുള്ളൂ. നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാനാണെങ്കിൽ കാലം കൂടെയൊക്കെ പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാട്ടോ. വീട്ടിൽ ഇരുന്നിരുന്ന് മടുത്ത് ഉറങ്ങിക്കുന്നത്. അത് കറണ്ടും ഇല്ല. ഫോണിലാണെങ്കിൽ എപ്പോൾ ചാർജ് തീരുമെന്ന് ഇങ്ങനെ 2 ഫോണിലും ചാർജ് ഇങ്ങനെ സമാസമം ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണെന്ന് നമുക്കറിയത്തില്ല. അക്കരെ എനിക്ക് ഒന്ന് കറണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത്രയും മഴ വേണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ മഴ പെയ്യണം. മഴ പെയ്യുമ്പോൾ മഴ പെയ്യരുത്. പെയ്യേണ്ടാത്തപ്പോൾ പെയ്യണം. എന്തൊക്കെയാണല്ലേ. ഒരു മീഡിയം ലെവലിൽ പോകുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനിയിപ്പോൾ പിള്ളേരുടെയൊക്കെ സ്കൂളൂടെ തുറക്കുവാണല്ലോ. എന്തായിരിക്കും അവസ്ഥ? അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് 2 ബ്രൈഡൽ സെറ്റ് കാണിക്കാം കേട്ടോ. ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ഞാൻ ചെയ്തിട്ടുള്ള 2 ബ്രൈഡൽ സെറ്റ് ആട്ടോ. മഴ കുടക്കുട മഴ വന്നാൽ പൂക്കുട. പണ്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം പക്ഷെ നമുക്കിങ്ങനെ കറക്കാനായി. ഇപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ ലൈഫിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പം കാഴ്ചകളൊക്കെ കാണാം. ഇന്നിനി കറണ്ടൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് പുതിയ പ്രൊഡക്ട്സിൻ്റെ വീഡിയോസൊന്നും എടുക്കാനും പറ്റത്തില്ല. ഇതൊക്കെ കറണ്ട് ഇല്ലാത്തൊരു വലിയൊരു പ്രശ്നമാട്ടോ. ശരിക്കും പറഞ്ഞാൽ കറണ്ടൊന്ന് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. നാളെയൊക്കെ വരുത്തോളെന്നൊക്കെയാണ് പറയുന്നത്. ആർക്കറിയാം. ഒന്നും വിളിച്ചിട്ടൊന്നും എടുക്കുന്ന പോലും ഇല്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ മനുഷ്യരില്ല. അവർക്കും അവരുടെ ലൈഫൊക്കെ ഇല്ലേ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. മഴയാണ് പിള്ളേരെ, മഴയാണ്. എന്താ വെച്ചാൽ എനിക്കാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് അങ്ങ് ഉറങ്ങി മടുത്തു. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഇങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഭയങ്കര മഴയാണ്. അതിനോടൊപ്പം കൊതുക്. എനിക്ക് താഴോട്ടൊന്നും ഇറങ്ങാനേ പറ്റില്ല. ഒന്നാമത് ഇന്നലെ ആണെങ്കിൽ 2 ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ 2-3 ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ താഴെ പോയാട്ടോ. അതെന്തോ ഒരു സാമാനം, അതെന്തോ ഒരു വലിയൊരു സാധനം. കണ്ണാടി വെക്കാത്തത് എനിക്ക് കാണാനും പറ്റത്തില്ല. സ്പെക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം വെക്കാത്തതാണ്. ഇനി വല്ല മയിലും വല്ലതൊന്നും ആണോ? അല്ല വേഴാമ്പലാട്ടോ. അതിവിടുത്തെ സ്ഥിരം മയിലും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വേഴാമ്പൽ ചിലപ്പോഴൊക്കെ, വേഴാമ്പൽ എപ്പോഴും ഉള്ളതാട്ടോ. ആ സാമാനമാണ്. പിന്നെ ഇടയ്ക്കാണെങ്കിൽ വലിയ ഏതോ ഒരു പക്ഷി, ഈ കഴുകൻ്റെയൊക്കെ കൂട്ടത്തിൽ ഒരു പക്ഷി ഇവിടെ വരുന്നുണ്ട്. അതിനെ പക്ഷേ അതിൻ്റെ ഫ്രണ്ട് കണ്ടിട്ടില്ല, ബാക്ക് മാത്രം കണ്ടിട്ടുണ്ട്. ബാക്ക് മാത്രം കാണിച്ചിട്ടങ്ങ് പോയി. പിന്നെ ഈ അട്ടയാണ് സഹിക്കാൻ വയ്യാത്ത. ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര. വീട്ടിൽ എവിടെ എനിക്കിന്ന് ബാത്റൂമില്ല. നമ്മൾ കിടക്കുന്ന മുറിയിൽ കട്ടിലേ വരെ അട്ടയാണ്. നമുക്ക് വിശ്വസിച്ച് കിടക്കാനും പറ്റത്തില്ല. ചെവിയിലെങ്ങാനും കയറി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം വേറെ ഒന്നും ഇല്ല. എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടൊന്നും ഇല്ല. ഇനി കറണ്ട് വരാതെ ഒരു സാമാനം ഒരു വീഡിയോ എടുക്കലും നടക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫുൾ മഴ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കറണ്ട് ചിലപ്പം ഇന്ന് വൈകിട്ടത്തേക്കൊക്കെ വരുമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അക്കരെ വരുവാണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നമുക്ക് ചാർജ് ചെയ്യിപ്പിക്കാമായിരുന്നു. പിന്നെ നെറ്റ് എന്ന് പറഞ്ഞൊരു സാമാനം കൂടെ നമുക്ക് വരണമല്ലോ. അമ്മയുടെ ഫോണിലാണെങ്കിൽ BSNL ആയതുകൊണ്ട് അതിനകത്ത് റേഞ്ച് കിട്ടുന്നില്ല. എൻ്റെ പിന്നെ ഐഡിയ ആയതുകൊണ്ടായിരിക്കണം ഈ റേഞ്ച് കിട്ടുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. എനിക്ക് താഴെ വഴിയിലോട്ടൊക്കെ ഇറങ്ങണമെന്നുണ്ട്. ഇന്നലെ ഞാൻ ഇറങ്ങിയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് മൊത്തം തെന്നിക്കിടക്കും. ഫ്ലിപ്കാർട്ടിൻ്റെ ഓർഡേഴ്സൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ഗേറ്റ് താഴെയാണല്ലോ. വീടാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്, വീടാണ് മണ്ടക്കിരിക്കുന്നത്. അപ്പോൾ താഴോട്ട് ഇറങ്ങുന്ന വഴി ഞാൻ പതുക്കെ സൂക്ഷിച്ചായിട്ട് ഇറങ്ങണം. താഴോട്ട് പോകുന്ന വഴിയെല്ലാം ഭയങ്കരമായിട്ട് തെന്നിക്കിടക്കുകയാണ്. അതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മറ്റേ പൊടി ഉണ്ടല്ലോ, എന്തുവാ ആ പൊടിയുടെ പേരെന്ത്, ഇങ്ങനെ ഈ കുമ്മായപ്പൊടി ഉണ്ടല്ലോ, കുമ്മായപ്പൊടി ഇങ്ങനെ ഇടും. ചീവീടിൻ്റെ ഒച്ച. ഹായ്. ഭയങ്കര ചീവീടിൻ്റെ ഒച്ച. പിന്നെ മറ്റേ ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട് മുടി വെട്ടിയും ത്രെഡ് ചെയ്തു. കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഒന്ന് വൃത്തിയായിട്ടുണ്ട്. ഇനി ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. കാരണം മുഖത്തെല്ലാം ഓരോരോ പാടുകളാണ്. ചിക്കൻ പോക്സ് വന്നതിൻ്റെ 10-15 വർഷം ചിക്കൻ പോക്സ് വന്നതിൻ്റെ പാട് വരെയുണ്ട്. അതെന്തായാലും പോകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് എനിക്ക് ഈ ഇപ്പുറത്തെ സൈഡിൽ ഒരു പാട് പോലെ, കുഴി പോലെ കാണുന്നത്. ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ചൊറിച്ചിലാണല്ലോ. അത് സഹിക്കാൻ പറ്റാത്ത. ചൊറിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം അങ്ങനെ കറണ്ട് ഇല്ലാത്ത ഒരു വലിയ പ്രശ്നമാണ്. മുമ്പേ കാണിച്ച വീഡിയോ ഞാനാണെങ്കിൽ താഴോട്ട് ഇറങ്ങിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ ഞാൻ 2-3 ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെരുപ്പ് തപ്പുന്ന ഒരു വീഡിയോ ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്.
ആദ്യം ഞാനിട്ട ചെരുപ്പാണെങ്കിൽ മൊത്തം നനഞ്ഞ് അതിൽ കുറച്ച് ജീവികളൊക്കെ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു അട്ടയൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അട്ട എന്ന് പറഞ്ഞ സാധനത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ, പക്ഷെ അതിനെയും ദൈവം സൃഷ്ടിച്ച ഒരു ജീവിയല്ലേ. എനിക്കതിങ്ങനെ ഇടയിൽ നിന്ന് കാണുമ്പോൾ തന്നെ എന്തോ ഒരു മനം മറിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെയാട്ടോ. എനിക്ക് അട്ടയെ കാണുന്നതിന് തന്നെ ഭയങ്കര പേടിയാട്ടോ അങ്ങ്. അയ്യോ. അപ്പം നമ്മൾ പതുക്കെ മൊത്തം തെന്നിക്കിടക്കോട്ടെ, മൊത്തം പായൽ പിടിച്ച് കൊന്ന് തൂക്കുമ്പോഴത്തേക്കും എല്ലാം അപ്പം തന്നെ മഴ വന്ന് എല്ലാം ഇലയെല്ലാം താഴെയിട്ട് തരുന്നുണ്ട്. ഒന്ന് തൂക്കും, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും കുറേ കാറ്റെല്ലാം കൂടെ വന്ന് ഇതെല്ലാം കൂടെ താഴെയിടും, ഇലയെല്ലാം കൂടെ താഴെയിടും. ഇപ്പം നമുക്ക് ഈ തെന്നുന്ന ഭാഗമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. നമ്മൾ ഓടിച്ചാടിയൊക്കെ നടക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തെന്നി അടിച്ച് താഴെ വീഴും. അപ്പം ഇപ്പുറത്തെ വീട്ടിലാരും ഇല്ല കേട്ടോ. ഇവിടുത്തുള്ളൊരു അമ്മച്ചിയൊക്കെ ഇപ്പം അമേരിക്കയിലാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒഴുകുന്നത് ഞാൻ നേരത്തെ എപ്പോഴും എല്ലാ വീഡിയോയ്ക്കകത്തും കാണിക്കുന്ന പോലെ നമ്മൾ പമ്പയാറാട്ടോ. ഇപ്പം ഈ ഒരു ഗതിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ചള്ള വെള്ളമാണ്. ചള്ളവെള്ളം അങ്ങനെ പറയുന്നത്, ചള്ളവെള്ളം അത് തന്നെ. ചള്ളയുടെ ആ ഒരു വെള്ളമാട്ടോ മൊത്തം ഇങ്ങനെ ദൂരെ നമ്മുടെ ഒഴുകുന്നത്. എനിക്ക് ഇത്രയും ക്ലാരിറ്റിയിലേ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഫോണിന് എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ. പക്ഷേ പഴയ ഫോണ് ഇത് 4Kയിലാണ് എടുക്കുന്നത്. പക്ഷെ എന്താണെന്ന് എനിക്കും അറിയത്തില്ല, ഇത്രയും ക്ലാരിറ്റി ഒക്കെ എനിക്ക് കിട്ടുന്നത്. പിന്നെ ഐഫോൺ വല്ലതും എടുക്കണം. ഐഫോണിനും കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഐഫോൺ എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് എടുക്കാമെന്നേ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് കയറുകയാണ്. ഇവിടെ നിന്ന് മുടി വെട്ടിയപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കട്ട് ആയതുകൊണ്ടേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടക്കും, സ്പ്രിങ് പോലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് എൻ്റെ തലയിലല്ലാതെ തന്നെ എണ്ണമയം ഉണ്ട് കേട്ടോ. ഓയിലി സ്കിന്നാണ് എൻ്റെ. കണ്ടോ നമ്മുടെ ഈ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? കുറെ ഇങ്ങനെ എൻ്റെ പേരെന്തായിരുന്നു? മൊസാണ്ട വെള്ള മൊസാണ്ട ആട്ടോ. ചുമന്നത് വാങ്ങിച്ച് വെച്ചതാണ്. ചുമന്നതാന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒമലൂലെ ആ ചേച്ചി വെള്ളം ഒന്ന് പറ്റിച്ചു. ശരിക്കും പറഞ്ഞാൽ ചുമന്നതാട്ടോ ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ വളർന്നു വന്നപ്പോൾ അത് വെള്ളയായി. ആരും പറ്റിച്ചൊന്നുമല്ല, അവർക്കും അറിയത്തില്ലായിരിക്കും, മേ ബി, അറിയില്ല. ചുമന്ന മൊസാണ്ടയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത്, പക്ഷേ കിട്ടിയത് വെള്ളയാണ്. അത് ഫ്ലവർ അത് പൂത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് വെള്ളയാണെന്നുള്ളത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചിലപ്പോൾ എന്തെങ്കിലും പരാഗണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതായിരിക്കാം. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ നമ്മുടെ റംബുട്ടാനൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. എൻ്റെ ഈ മൊബൈലിൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്തോ അതിനകത്ത് എന്തോ അതെനിക്കും അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെൽഫി മോഡ് കുഴപ്പമില്ല, ബാക്കിലെടുക്കുമ്പോൾ കുഴപ്പമാണ്. ആണ്ട് ഞാൻ കാണിക്കാം. ആണ്ട് അത്രയായി എനിക്കാണ്. പക്ഷെ എന്തോ ഒരു പ്രശ്നം. പിന്നെ മഞ്ഞ് മൂടുന്നതിൻ്റെ ആണോ ക്ലാരിറ്റി കിട്ടാത്തത്, അതും അറിയത്തില്ല. ഞാൻ എന്തായാലും വീട്ടിലോട്ട് കയറട്ടെ, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇരുട്ടത്ത്. അയ്യോ, ഇനി ഇരുട്ടത്ത് ഇനി വെയിലൊക്കെ വരണം നമുക്ക്, അല്ലെങ്കിൽ പിന്നെ കറണ്ട് വരണം. വെയിൽ വന്നെങ്കിലേ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലെ എടുത്ത് വയ്ക്കാം, കറണ്ട് ഉള്ള സമയത്ത് എടുത്ത് വയ്ക്കേണ്ടതായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വരുമ്പോഴല്ലേ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കത്തുള്ളൂ. വീട്ടിൽ പിന്നെ ഇന്ന് രാവിലെ എല്ലാം മൊത്തം മെഴുകുതിരിയിലായിരുന്നു കേട്ടോ. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോകുന്നത്. പിന്നെ നമ്മുടെ ലക്ഷ്മി സെറ്റാട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ അനന്യ സെറ്റ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മഴ പ്ലസ് ഇരുട്ട് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബൈ.